എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ പിന്നിൽ നടക്കുന്ന വർക്ക് എന്താണെന്ന് അറിയാമോ? യെസ്, നമ്മൾ പറഞ്ഞൊരു വീട്ടിൻ്റെ റെയിൽവേ ട്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും നീളമുള്ള ട്രാക്ക് ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് താഴെ ഫിറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലോക്ക് ഇവിടെ കിടപ്പുണ്ട്. WDG4 ലോക്കാണ്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ടും പുറമോട്ടും ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവരാന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇപ്പോൾ ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുന്നോട്ടെടുക്കും, പിന്നെ പുറമോട്ടെടുക്കും. ഇവിടെ കണ്ടോ, ആ പാളത്തിൻ്റെ ഭാഗം ഇങ്ങനെ പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുക. ട്രെയിനിന് ഈ ഗുഡ്സ് ട്രെയിൻ മുന്നോട്ട് പോകുന്നു. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് മാത്രം പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവർ പിന്നെ അവിടെ നമ്മൾ മുമ്പേ കണ്ടതിൻ്റെ കൂട്ട് ഇത് താഴെ കുറച്ച് കഴിയുമ്പം അവർ ഇറക്കി വെക്കും, താഴേക്ക് ഇറക്കി വെക്കും. ഈ ട്രെയിൻ മുന്നോട്ട് പോവുക കണ്ടോ, ആ ഒരു ഭാഗം ഇങ്ങനെ പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഞാനിങ്ങനെ അധികം കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെ പണി നടക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം വണ്ടി മുന്നോട്ട് പോവുകയാണേ. പക്ഷേ ഇതിൻ്റെ ഒരു ദൈവപ്പാളം കണ്ടോ, അതിങ്ങനെ പതുക്കെ പുറമോട്ട് പോവുകയാണേ. ഇപ്പോൾ നമ്മുടെ ലോക്ക് പിന്നെ മുന്നോട്ട് എടുക്കുവാണേ. ഇതിലും മനോഹരമായൊരു ഡീസൽ എഞ്ചിനാണ് നമ്മൾ WDG4 ലോക്കോ. നല്ല ഓറഞ്ച് കളറാണ്. ഡീസൽ എഞ്ചിനൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഡീസൽ എഞ്ചിനുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അതിൻ്റെ ഒരു ശബ്ദമൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ പണികൾ നടക്കുന്നത്. ഇതും കേൾക്കുമ്പോൾ മനസ്സിലാക്കണത് എൻ്റെ ഏറ്റവും മുകളിൽ കൂടെ കണ്ടോ, ഏറ്റവും മുകളിലുള്ള ആ ഒരു പാളം അതിങ്ങനെ പുറമോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ കണ്ണേൻ്റെ കൂട്ട് തന്നെ അതിൻ്റെ ശബ്ദമാണ് കാണുന്നത്. അതിങ്ങനെ ഈ ഇത് ട്രെയിൻ മുന്നോട്ടെടുക്കുമ്പോൾ അതിങ്ങനെ പുറമോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിയെല്ലാം മുന്നോട്ട് പോകണം. ആ ഏറ്റവും മുകളിലത്തെ ഒരു നേരി ആ ഒരു പാളം ഇങ്ങനെ പിന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ താഴെ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ ഫിറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു സംശയമായിരുന്നു ഇത്രയും നീളമുള്ള ട്രാക്ക് എങ്ങനെയാണ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നതൊന്ന് ക്ലിയറായിട്ട് കാണുവാൻ സാധിച്ചു. എന്തായാലും നമ്മൾ എറണാകുളത്ത് പോകുന്ന വഴിയാണ്, നമ്മുടെ ട്രെയിൻ ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും സമയം നോക്കിയൊരു വീഡിയോ നമുക്ക് കാണുവാൻ സാധിച്ചു. ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ട്രാക്ക് ഉള്ളതാണ്. ഇത് ചെങ്ങന്നൂർ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ട്രാക്ക് ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ പുതിയതായിട്ടൊക്കെ ട്രാക്ക് പണിയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കൊണ്ടിറക്കി ഈ പാളം സ്ഥാപിക്കുന്നതെന്ന് അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്താൽ നമുക്കും അത് പ്രയോജനമാവും. പണി നടക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും 2-3 ദിവസം വല്ലതും ഇതുപോലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വേണ്ട വണ്ടികൾ ഒരു പക്ഷേ 2-ലോ 3-ലോ വല്ലതും വന്നേക്കാം. എനിക്കങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ പണികൾ കഴിയുന്നത്. അതിങ്ങനെ മുന്നോട്ട് പോകും. ചിലപ്പോൾ ചില സമയത്ത് അല്പം പുറമോട്ട് വരും. അങ്ങനെ വളരെ പെട്ടെന്ന് കുറേയേറെ ആൾക്കാർ ബാക്കിൽ നിൽപ്പുണ്ട്. അവരിങ്ങനെ 2 സൈഡിലേക്കും 2 പാളങ്ങൾ ഇങ്ങനെ പിടിച്ചിടും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രമകരമായൊരു പണിയും കൂടാണ് ഇതിൻ്റെ ഒരു വർക്ക്. കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. നമ്മൾ ഈ കാണുന്നതിലോട്ട് പാളം നമ്മൾ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന അതേ പൊസിഷനല്ല, അതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അതാണ്ട് വളയുന്ന ഒരു രീതിയിലാണ് ഇവർ താഴേക്ക് ഇറക്കി വെക്കുന്നത്.
ഇത് കണ്ടോ, ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പാളം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ 2 പാളങ്ങൾ തമ്മിൽ ചെറിയ ലോക്ക് ചെയ്തിട്ടാണ് അവർ വിടുന്നത്. അതിങ്ങനെ താഴെ വീണ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ലോക്ക് മാറ്റും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പാളം ഇങ്ങനെ പുറമോട്ട് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അത് പിടിച്ച് ആദ്യം കിടക്കുന്ന പാളത്തിന് 2 സൈഡിലായിട്ട് വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് വയർലെസ്സിലൂടെ ലോക്കയിലേക്ക് വിളിച്ചു പറഞ്ഞാണ് ഇതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. എങ്കിലും പലപ്പോഴും നമ്മുടെ ഡീസൽ എഞ്ചിന് ഈ ഒരു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയിട്ടേ നിൽക്കത്തുള്ളൂ. പുറകോട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇവരിങ്ങനെ കളിക്കുന്ന കേൾക്കാൻ സാധിക്കും. എന്തായാലും വളരെ ശ്രമകരമായ ഒരു പണി കൂടിയാണ് ഇത്. നമ്മൾ പറഞ്ഞ പോലെ മറ്റ് ട്രെയിനുകൾ വരുന്ന സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചിട്ടാണ്, ഇല്ലെങ്കിൽ ട്രെയിനുകൾ പിടിച്ചിട്ടിട്ടാണ് ഇത്തരം വർക്കുകൾ നടക്കുന്നത്. പിടിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പ്ലാറ്റ്ഫോമിലൂടെ കയറ്റി വിടും, മറ്റ് ട്രാക്കിലൂടെ കയറ്റി വിടും. ഇതിപ്പോൾ ഇങ്ങനെ ശ്രമകരമായൊരു പണിയാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ വർക്ക് ഇത്രയും ക്ലിയറായിട്ട് അടുത്ത് നിന്ന് കാണുന്നത്. ഇല്ലേ, ഇതാണ് ഇങ്ങനെയാണല്ലോ ഫിറ്റ് ചെയ്യുന്നത്. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കും. അതായത് തിരിച്ചിങ്ങനെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കും. അതുപോലെയാണ് ഇവരിത് ഇറക്കുന്നത്. ഇതിൽ നിന്ന് ഇറക്കിയിട്ടാണ് പിന്നെ സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ പഴയ ട്രാക്ക് മാറ്റിയിട്ട് പുതിയതിടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.